ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ റമദാൻ 16-ന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അത്താഴമൊക്കെ കഴിഞ്ഞ് നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റൊക്കെ അടിച്ച് വേഗം തന്നെ ഇടാണ്. വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം വരുമല്ലോ. അപ്പോഴേക്കും നമുക്ക് എല്ലാ ജോലികളും നമുക്ക് കഴിയുന്നതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ മുറ്റടിച്ച് സിറ്റൗട്ടൊക്കെ തുടച്ച് പിന്നെ അതാ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ടേബിളും ടീപ്പോയും ഒക്കെ ഒന്ന് തുടച്ച് അകമൊന്ന് അടിച്ചു വാരി തുടക്കണം. അപ്പോൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടീപ്പോയി ആയാലും ടേബിളായാലും ഒക്കെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നല്ല പൊടി ഇരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ നമ്മൾ അതെന്നും തന്നെ തുടച്ച് വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഇരുന്നോളുമല്ലോ. നമ്മളെ വീടിൻ്റെ അകത്തുള്ള ഫർണിച്ചറുകളൊക്കെ എപ്പോഴും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പണി വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അത് മുടങ്ങാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടുകയാണ്. കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഇറച്ചിപ്പിടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒറോട്ടിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആകുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് റെഡിയാക്കിയാൽ മതിയല്ലോ. നല്ല ഈസിയാണ് ഒറോട്ടിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ. ഞാൻ ആമീസിൻ്റെ ഒറോട്ടിപ്പൊടിയാണ് വാങ്ങാറ്. അപ്പോൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വലുതാക്കിയിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇങ്ങനെ നടുവിലൊരു കുഴിയും കുത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞിപ്പത്തിരിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലാണ് ഈ ഇറച്ചിപ്പൊടിക്ക് വേണ്ടിയിട്ട് ആക്കേണ്ടത്. അപ്പോൾ ഫത്തും മീനും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അപ്പുറത്തിരുന്നിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിതാ ഇങ്ങനെ ഇവിടെ വന്നിട്ടും ചെയ്യാണ്. കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും. കുറച്ച് വലിയതും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലയാണ് ഇപ്പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഒക്കെ ആക്കും. പിന്നെ ഞാൻ ചിക്കൻ കൊണ്ടാണ് ആക്കുന്നത്. നമ്മൾ കുഞ്ഞിപ്പത്തിരിക്ക് ആവിക്കാണല്ലോ ഇത് വെക്കുക. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളം മതിയാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ഊറ്റിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇറച്ചിപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാക്കിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആ പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പച്ചമുളകും പിന്നെ കറിവേപ്പില ഇടുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വഴന്ന് കിട്ടും ഉള്ളിയൊക്കെ. പിന്നെ അതിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് റെഡി ആയതിനു ശേഷം പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്നൊരു ഗ്രേവി പരുവത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഈ മസാല ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഇതായി ഒരു പരുവായിട്ട് വരും കേട്ടോ. നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവസാനമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതൊക്കെ പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. പിന്നെ അതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ബോൾ ഷേപ്പിലാണെങ്കിലോ നമ്മൾ ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിലാണെങ്കിലൊക്കെ ആക്കിയിട്ടെടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്യുക, പിന്നെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിലും ആക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നാക്ക്. പിന്നെ അതാ ഓരോന്നായിട്ട് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പരന്ന ഫ്രൈ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എണ്ണ ഇട്ടിട്ട് ഒരേ ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കുറഞ്ഞ എണ്ണയും മതിയാവും കേട്ടോ. അത് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഓരോന്നും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഞാൻ 1-2 എണ്ണത്തിൻ്റെ ഉള്ളിൽ ചീസ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കുകയാണ്. അപ്പോൾ മൊസറല്ല ചീസ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം അതിൽ ചേർത്താൽ മതി. സാധാ ചീസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇടണമെങ്കിൽ ഇടാം, ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ നോമ്പറക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു സന്തോഷം സമാധാനമൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.